തിരുവനന്തപുരം മഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച വിഷയത്തിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതികരണത്തിലേക്ക്. അതിവിടെ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് ആ കാര്യങ്ങളും മൊഴിയും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ പോലീസോട് വന്നപ്പോഴത്തേക്കും പോലീസിനകത്തേക്ക് കയറാനായിട്ട് അഭിഭാഷകർ സമ്മതിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് അടിസ്ഥാനമുള്ളതാണോ? അത് ആരോപണമാണ്. അതിന് അടിസ്ഥാനമുള്ളതല്ല. ഇത് നേരത്തെയും ഈ പെൺകുട്ടി ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ആ നേരം മുതൽ ഇവിടെ ആശുപത്രിയിലുണ്ട്. അവരുടെ ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അവരോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയാണ് ആദ്യം വേണ്ടത്. ആ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ CT സ്കാൻ റിപ്പോർട്ടെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നുള്ള നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെയും ഈ പെൺകുട്ടിക്ക് സമാനമായ രീതിയിലുള്ള അനുഭവം നേരിട്ട് വന്നിരുന്നു പറഞ്ഞിരുന്നു. പ്രഗ്നൻ്റായ സമയത്ത് പോലും ഈ അഭിഭാഷകൻ മർദ്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് വിളിച്ച് പിന്നീട് ക്ഷമ പറയുക, ഇതൊരു നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഇത് ബാർ അസോസിയേഷൻ നേരത്തെ അറിയില്ലായിരുന്നോ? ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. പെൺകുട്ടിക്ക് എല്ലാവിധ നിയമസഹായവും ലഭ്യമാക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പുരോഗമിക്കുകയാണല്ലോ. അതിലൊക്കെ ഒരു സംശയം വേണ്ടല്ലോ. ഇത്ര വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യം എത്തിയത് തന്നെ അതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. സാർ, ആ ചിത്രം കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്നത്, കാരണം മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അഭിഭാഷകൻ പെരുമാറുന്നത് അതിലൊന്നും ഒരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവവും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ വനിതാ ജൂനിയർ അഭിഭാഷകരോടൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിയമം കൊണ്ട് എല്ലാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷേ നിയമ സംവിധാനം ഉള്ള നാട്ടിൽ, ഒരു തൊഴിൽ സംവിധാനമുള്ള വകുപ്പിൽ, വനിതാ കമ്മീഷനൊക്കെ ഉള്ള നാട്ടിലാണ് ഒരു വനിതയ്ക്ക് ഈ രീതിയിലൊരു അതിക്രമം നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഒരു പ്രാഥമികമായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? ഞങ്ങൾക്കുള്ള അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായും അന്വേഷിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യും. വനിതാ കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങളെല്ലാം സ്വതന്ത്രമായിട്ടുള്ളതാണ്. അതെല്ലാം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതെല്ലാം അവരുടെ കാര്യങ്ങൾ. അതിനകത്തെക്കുറിച്ച് അഭിപ്രായം ഞങ്ങൾക്കിപ്പോൾ പറയാൻ ശരിയാവില്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങളിപ്പോൾ ഇരയോടൊപ്പമാണ്. ആ കുട്ടിയുടെ ആവശ്യമായ നടപടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, സസ്പെൻഷൻ പൊതുവിൽ അങ്ങനെയാണല്ലോ. ഇത് ഉറപ്പായി നടത്തും. പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു നടപടിയുമായി തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 2-3 മണിക്കൂറിനുള്ളിൽ ആ അംഗത്തെ സസ്പെൻഡ് ചെയ്തും കൊണ്ടാണ്. അതുവെച്ചാൽ ബാർ അസോസിയേഷൻ്റെ അംഗത്വം എന്നാലും ഇപ്പോൾ സസ്പെൻഡ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം മഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പെൺകുട്ടിക്ക് അഭിഭാഷകയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നാണ് പ്രാഥമികമായി. ഇപ്പോൾ അഭിഭാഷകനെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, ഈ മർദ്ദനത്തിലേക്ക് എത്തിച്ചേർന്ന സംഭവവികാസം എന്താണ്? നേരത്തെയും ഈ ജൂനിയർ അഭിഭാഷകയെ ഈ ബെയിലിൻ ദാസ് മർദ്ദിച്ചതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്ന് ഈ പെൺകുട്ടി ഈ അഭിഭാഷക പരാതി നൽകിയിരുന്നു. എന്താണ് ഇന്ന് ഈ മർദ്ദനത്തിനിടയാക്കിയ സംഭവം? കുട്ടിയെ ഉപദ്രവിച്ചതായി ഞങ്ങൾക്ക് വിവരം പറഞ്ഞു. പോയി കണ്ടു. അപ്പോൾ തന്നെ കുട്ടിയോട് പറഞ്ഞു. സിജു, ഇന്ന് ഇത്തരത്തിൽ ഒരു വാക്ക് തർക്കത്തിനുണ്ടാകാനുള്ള കാരണമായി ഈ ഷാമിലിയുടെ ഹസ്ബൻഡ് പറയുന്നത് നമ്മളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ നേരത്തെ ഒരു കാരണവുമില്ലാതെ തന്നോട് ജോലിയിലേക്ക് വരണ്ട, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരണ്ട എന്ന് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ വെള്ളിയാഴ്ച തിരികെ വരണമെന്ന് പറയുന്നു. ശേഷം ഇന്ന് വരെ ജോലിയിലേക്ക് വരികയായിരുന്നു. ഇന്ന് രാവിലെ സാധാരണ സംസാരത്തിനിടയിലാണ് ഈ അഭിഭാഷക തന്നോട് എന്തിനാണ് വരേണ്ട എന്ന് പറഞ്ഞത് എന്നതിന്റെ കാരണം തനിക്ക് അറിയണമെന്ന രീതിയിൽ സംസാരിച്ചത്. അത് ഒരു വാക്ക് തർക്കത്തിന് ഇടയാവുകയും പിന്നീട് അത് മർദ്ദനത്തിലേക്ക് നയിച്ചു എന്ന് തന്നെയായിരുന്നു ഈ കുട്ടിയുടെയും, അതായത് ഷാമിലിയുടെയും ഹസ്ബൻഡിന്റെയും പ്രതികരണം. ഇത്തരത്തിൽ, അതായത് കാരണമില്ലാതെ തന്നെ മർദ്ദിച്ചു എന്ന് തന്നെയായിരുന്നു അഭിഭാഷകയുടെ ആരോപണവും. തുടർന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും എത്രത്തോളമാണ് ഈ അഭിഭാഷകയ്ക്ക് ഓഫീസിൽ എത്ര നാളായി ഷാമിലി സഹപ്രവർത്തകയായി ജോലി എടുക്കുന്നുണ്ടായിരുന്നു? എത്ര നാളുകൊണ്ട് അവധിയിലായിരുന്നു? എത്ര നാളെ അവധിയിലായിരുന്നു? നമ്മളോടിപ്പോൾ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി തന്നെ കൂടെ ചേരുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഇതിനു മുൻപേ ഈ അഭിഭാഷകന്റെ പേരിൽ കേട്ടിരുന്നു? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. ഇതിന് മുമ്പ് നമുക്ക് അങ്ങനെ പരാതി ബാർ അസോസിയേഷൻ വന്നിട്ടില്ല. ഇത്തരത്തിലൊരു പരാതി ലഭിച്ചപ്പോൾ എന്താണ് ആദ്യം എടുത്ത നടപടി?
ഞങ്ങളൊരു പ്രാഥമിക അന്വേഷണം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നടത്തിയതിനു ശേഷം ഞങ്ങളുടെ കമ്മിറ്റി അടിയന്തരമായി കൂടിയിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അന്വേഷണ വിധേയം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഷാമിലി പറയുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളവർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്, നിരന്തരം ഇത്തരത്തിൽ മർദ്ദനവും വാക്കുതർക്കവും ഉണ്ടാകുന്നുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ വിവരമില്ല. ശരിയാണോ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ സീനിയർ അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബെയിലറ്റ് ജാസിന് തന്നെ അത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്താണ്? കൂടുതൽ അന്വേഷിച്ചിട്ട് കൂടുതൽ നടപടിയിലേക്ക് നടക്കും. അന്വേഷണം നടക്കാൻ പോകുന്നു. ബാക്കി അന്വേഷണം നടത്തി അടുത്ത നടപടിയിലേക്ക് പോകും. നേരത്തെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുക്കാനിരിക്കെ ബാർ അസോസിയേഷൻ അംഗങ്ങൾ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ അനുവദിച്ചില്ല എന്ന ഒരു അല്ല, അത് തെറ്റാണ്. ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇതിനു മുമ്പ് പോലീസിനോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ തടഞ്ഞിട്ടില്ല. ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറി മുരളീധരനാണ് നമ്മളോട് ഇപ്പോൾ ശരി മനസ്സ്, ഏതായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബാർ അസോസിയേഷനും ഒപ്പം തന്നെ ബാർ അസോസിയേഷന് ഈ ഷാമിലി പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. പരാതിയുടെ നൽകുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ബാർ കൗൺസിലും ഈ ബേലിദാസിനെതിരെ പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നൽകിയത്. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു. അഭിഭാഷകൻ ബേലിദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു.